വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 16, 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും. 1-ാം പ്രവചനം. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ, എന്റെ മുൻപിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിനു മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സഹനത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയതയുടെ തന്നെ അടിസ്ഥാന ആശയമാണ് എന്നുവരികിലും സാധാരണ ക്രൈസ്തവ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നതും തള്ളിപ്പറയുന്നതും അവഗണിക്കുന്നതുമായ സഹനമാകുന്ന യാഥാർത്ഥ്യത്തിന്റെ രക്ഷാകരമായ മൂല്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം മനസ്സിലാക്കാൻ. നഷ്ടപ്പെടുത്തുന്നതിലൂടെ കണ്ടെത്താവുന്ന സമ്പാദ്യത്തെ പറ്റിയാണ് യേശു ഇവിടെ പരാമർശിക്കുന്നത്. നിന്ദനങ്ങളിൽ കൂടെ ആർജിച്ചെടുക്കാവുന്ന ബഹുമതിയെ സംബന്ധിച്ചാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അവഗണനയിൽ കൂടെ കണ്ടെത്താവുന്ന പരിഗണനയാണ് ഇവിടുത്തെ പരാമർശ വിഷയം. സഹനത്തിൽ കൂടെ മാത്രമേ സാധന ജീവിതത്തിൽ അനുഭവിക്കാനാവൂ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. യേശു ഈ മണ്ണിലേക്ക് കടന്നു വന്നതിന്റെ ലക്ഷ്യം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതിനുള്ള സമയം സമാഗതമായി കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരോടായിട്ട് പറയുകയാണ്, അധിക സമയം കഴിയുന്നതിന് മുമ്പ് യഹൂദന്മാർ തന്നെ ബന്ധിക്കാൻ ശ്രമിക്കുമെന്നും യഹൂദ പ്രമാണികളിൽപ്പെട്ടവർ തനിക്കെതിരായി വിവാദങ്ങളും കിംവദന്തികളും പരത്തുമെന്നും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും തനിക്കെതിരായിട്ട് നീങ്ങുമെന്നും അങ്ങനെ അവസാനം താൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുകയും ചെയ്യുമെന്നും യേശു ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. തുടർന്ന് യേശു പറയുന്നു, ഈ സമയത്ത് എന്റെ സഹന പരമ്പരയിൽ എന്നോടൊത്ത് നിങ്ങൾ ആരും പങ്കുപറ്റാനുണ്ടാകുകയില്ല എന്നെനിക്കറിയാം. ഇത് കേട്ടപ്പോ വളരെയധികം ദുഃഖത്തോടുകൂടി തന്നെ ശിഷ്യപ്രമുഖനായിട്ടുള്ള പത്രോസ് മനസാക്ഷിയിൽ വേദനയോടുകൂടി തന്നെ ആയിരിക്കണം യേശുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഇങ്ങനെ ഒരു ദുരനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവരാതിരിക്കട്ടെ. പത്രോസിന്റെ ഈ അല്പബുദ്ധി ഉപരിപ്ലവമായിട്ടുള്ള ചിന്താരീതി കണ്ട് മനംനൊന്ത് വളരെ ദുഃഖത്തോടുകൂടി മനോവേദനയോടുകൂടി തന്റെ ശിഷ്യപ്രമുഖനായിട്ടുള്ള പത്രോസിനെ ശകാരിക്കുകയാണ് യേശു.
താൻ വിശ്വസിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് വിചാരിക്കുന്ന സാധാരണ ക്രൈസ്തവന്റെ നിലയിൽ തന്റെ ശിഷ്യപ്രമുഖൻ സംസാരിക്കുന്നുവല്ലോ എന്നുള്ള മനോവ്യഥയായിരിക്കാം യേശുവിനെ ആ ശിഷ്യപ്രമുഖനെ ശകാരിക്കുന്നതിന് ഇടവരുത്തിയത്. ചെകുത്താനെ എന്ന് വിളിച്ചുകൊണ്ടുപോലുമാണ് യേശു തന്റെ ദുഃഖവും മനോവ്യഥയും പത്രോസിനെ അറിയിക്കുന്നത്. യേശു തുടർന്ന് പറയുന്നു, പത്രോസേ, നീ വെറും മാനുഷികമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്നു. ദൈവികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന ഈ സഹനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ജീവിതബന്ധിയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തോടത്തോളം കാലം നിങ്ങൾ എന്റെ അനുയായിയാകാൻ, നിങ്ങൾ എന്റെ ശിഷ്യരാകാൻ യോഗ്യത കൈവരുത്തുകയില്ല. സഹനത്തിന്റെ പരമ്പരയിൽ കൂടിയല്ലാതെ മനുഷ്യ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും കണ്ടെത്താനാകില്ല എന്നുള്ള സത്യം നിങ്ങൾ ഗ്രഹിക്കണം. സഹനത്തെ തള്ളിപ്പറയാതെ അതിൽ അടങ്ങിയിരിക്കുന്ന രക്ഷാകരമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടവരുന്ന സഹന പ്രക്രിയകൾ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എന്നോടൊത്ത് ആ സഹനത്തെ നേരിടുന്നതിനുള്ള പ്രാപ്തിയാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്. യേശു ഇങ്ങനെ പറയുന്നു എന്നൊരിക്കലും ഒട്ടും നിരാശനല്ല. യേശു തുടർന്ന് പറയുന്നു, അവർ എന്നെ വധിക്കും എന്നുവരികിലും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച, ഞാൻ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നുവോ ആ മനുഷ്യന്റെ രക്ഷ എന്റെ സഹനത്തിന്റെ തീവ്രതയിലൂടെ ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തണം എന്നുവരികിൽ, അതിന് ഏതെങ്കിലും തരത്തിൽ ധന്യത കൈവരുത്തണം എന്നുവരികിൽ, സഹനത്തിന്റെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ നിങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ശിഷ്യന്മാരെയും അതുവഴി യുഗാന്തരങ്ങളിലൂടെ തന്നിൽ വിശ്വസിക്കാൻ ഇടവരുന്ന അനുയായികളെയും യേശു പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് വേണം വിചാരിക്കാം.